ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ വർഷത്തെ മത്സര ഭാഗമായുള്ള ന്യായാധിപന്മാരുടെ പുസ്തകം ഒരല്പനേരം നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രം ലിഖിത രൂപത്തിൽ തെളിവുകളോടുകൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. അബ്രാഹത്തിൻ്റെ വിളിയോടുകൂടെ ആരംഭിക്കുന്ന രക്ഷാകര ചരിത്രം ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് തുടങ്ങി പൂർവ്വപിതാക്കന്മാരിലൂടെ മുന്നേറുന്നതും പഴയ നിയമ ഉടമ്പടിയുടെ മധ്യസ്ഥനായ മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് സീനായ് മലയിൽ നിന്നും ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതും ബൈബിളിലെ 7-ാം പുസ്തകമായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ജോഷുവയുടെ മരണത്തിന് ശേഷം തങ്ങൾക്ക് ഏക രാജാവില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ 12 ഗോത്രങ്ങളും അതിൻ്റെ നേതാക്കന്മാരുടെ കീഴിൽ ജീവിക്കുന്നതുമായ ചരിത്ര പശ്ചാത്തലമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുക. ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലിയർക്കെതിരെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർ അടിച്ചേൽപ്പിച്ച അടിമത്തത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് മോചനം നൽകുവാനായി ദൈവം അയച്ചിരിക്കുന്ന 12 ന്യായാധിപന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇസ്രായേൽ ജനം കടന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് ജോഷുവയുടെ മരണത്തോടുകൂടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നേതാവ് അവിടെ കാണുന്നില്ല. നൽകപ്പെട്ട തോറയുടെ നിയമങ്ങളുടെ പുസ്തകത്തെക്കുറിച്ചുള്ള പ്രാധാന്യം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ആ കാനാൻ നിവാസികൾ കടന്നു പോകുന്നതായിട്ടുള്ള ബാൽ ദേവന്മാരുടെയും വിജാതീയ ദേവന്മാരോടുമുള്ള ആരാധനയും അർപ്പണത്തിലും അവരും കടന്നെടുക്കുകയും അവരുമായി വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് പാപം ചെയ്ത് അകന്നു പോകുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം ഇസ്രായേൽ ജനം അവരുടെ ജീവിത ശൈലി ഒരു ചക്രം പോലെ മാറിത്തിരിയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുന്നു. അവർക്ക് ദൈവം ശിക്ഷ നൽകപ്പെടുന്നു. കുറേ നാളുകൾ കഴിഞ്ഞു പോകുമ്പോൾ ജനം നിലവിളിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് യാചിക്കുന്നു. ദൈവം ന്യായാധിപന്മാരെ രക്ഷയ്ക്കായി അയക്കുന്നു. അവർക്ക് ശത്രു സൈന്യത്തിൻ്റെ മേൽ വിജയം ലഭിക്കുന്നു, രക്ഷ പ്രാപിക്കുന്നു. ഇങ്ങനെ ഒരു ചക്രം തിരിയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. ന്യായാധിപന്മാർ എന്ന പദം വന്നിരിക്കുന്നത് ഹെബ്രായ ഭാഷയിൽ നിന്നുള്ള ഷൊഫേത്ത് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഷൊഫെത്തിം, ന്യായാധിപന്മാർ. നമുക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന 12 ന്യായാധിപന്മാരുടെ ചെറു ചരിത്രം ഇപ്പോൾ വീക്ഷിക്കാം.
ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ ജനം ദൈവത്തെ മറന്ന് ബാൽ ദേവന്മാർക്കും അശേര പ്രതിഷ്ഠകളെയും സേവിക്കുന്നു. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ കത്തിജ്വലിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തെ മെസൊപ്പൊട്ടോമിയ രാജാവായ കുശാൻ റിഷാത്തായിമിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്ന് ദൈവം ഇസ്രായേൽ ജനം രക്ഷയ്ക്കായി നിലവിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്നുകൊണ്ട് ദൈവം ഒത്നിയേലിലേക്ക്, കലേപ്പിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ കടന്നു വരികയും മെസൊപ്പൊട്ടോമിയ രാജാവായ കുശാൻ റിഷത്തായിമിനെ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ദേശത്ത് 40 വർഷത്തെ ശാന്തതയും സമാധാനവും കടന്നു വരുന്നു. രണ്ടാമതായി ഏഹൂദ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേലിൻ്റെ പാപം വർദ്ധിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ അവർ തിന്മ പ്രവർത്തിച്ചു. അതിനാൽ ദൈവം ഇസ്രായേൽ ജനത്തെ മോവാബ് രാജാവായ എഗ്ലോനെ ഏൽപ്പിക്കുന്നു. അവൻ അമോന്യരെയും അമലേക്യരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം സ്വന്തമാക്കി. 18 വർഷം എഗ്ലോൺ രാജാവിൻ്റെ അടിമത്തത്തിൽ ഈ ജനം കഴിഞ്ഞു പോകുന്നു. തുടർന്ന് ജനത്തിൻ്റെ നിലവിളിക്ക് ഉത്തരമായി കർത്താവിൻ്റെ ആത്മാവിനെ ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകൻ ഇടത്തുകയ്യൻ എന്നറിയപ്പെടുന്ന യഹൂദയിലൂടെ എഗ്ലോൺ രാജാവ് കൊല്ലപ്പെടുന്നത് നമുക്ക് കാണാം. 1 മുഴം നീളമുള്ള ഇരുതല വാൾ വലത്തേ തുടയിൽ കെട്ടിവെച്ച് ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം തരാനുണ്ട് എന്ന് എഗ്ലോനോട് പറഞ്ഞുകൊണ്ട് വാൾ വലിച്ചെടുത്ത് വയറിൽ കുത്തിയിറക്കി എഗ്ലോൺ കൊല്ലപ്പെടുന്നു. 80 വർഷം നാട്ടിൽ ശാന്തത നിലനിൽക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി ശങ്കാർ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 31 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ. ശങ്കാർ ഏഹൂദിൻ്റെ പിൻഗാമിയും അനാത്തിൻ്റെ പുത്രനുമാണ്. 600ഓളം ഫിലിസ്ത്യരെ ചാട്ടകൊണ്ട് കൊന്ന് ഇസ്രായേലിനെ ശങ്കാർ രക്ഷിക്കുന്നു. നാലാമതായി ദബോറയും ബാറാക്കും. ഇസ്രായേൽ ജനം വീണ്ടും പാപം ചെയ്തകലുന്നു, തിന്മ പെരുകുന്നു. കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീന് വിട്ടുകൊടുക്കുന്നു. 20 വർഷം അതികഠിനമായ ക്രൂരമായ പീഡകളിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുന്നു. ജനത്തിൻ്റെ നിലവിളി കേട്ട് അവരുടെ രക്ഷയ്ക്കായി ലപ്പിദോത്തിൻ്റെ ഭാര്യയായ ദബോറയെ ദൈവം ഭരമേൽപ്പിക്കുന്നു. അവൾക്കൊരു ദൈവിക ദർശനമുണ്ടാകുന്നു. അബിനോവാമിൻ്റെ മകനായ ബാറാക്കിനെ യാബീൻ്റെ സേനാനായകൻ സിസേറ കിഷോത്തിനെ എതിർക്കാൻ അയക്കുകയാണ്. തുടർന്ന് ബാറാക്ക് സിസേറയുടെ സൈന്യത്തെ വാളിനിരയാക്കുന്നു. സിസേറ കേന്യനായ ഹെബെറിൻ്റെ ഭാര്യ ജായേലിൽ അഭയം പ്രാപിക്കുന്നു. ജായേൽ സിസേറ ഉറങ്ങിക്കിടക്കവേ ഒരു മരയാണിയും ചുറ്റികയും എടുത്ത് ആണി അവൻ്റെ ചെന്നിയിൽ തറച്ച് കൊല്ലുന്നതും നമുക്ക് കാണാൻ കഴിയും. അഞ്ചാമതായി ഗിദെയോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം വീണ്ടും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുന്നു. ദൈവം അവരെ മിദ്യാൻകാരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ഒഫ്രായിൽ നിന്ന് അബിയേസർ വംശജനായ യോവാശിവിൻ്റെ പുത്രൻ ഗിദെയോൻ്റെ അരികിലേക്ക് വരുന്നു. ഗിദെയോൻ കർത്താവിൻ്റെ ദൂതനോട് ചോദിക്കുകയാണ്, ദൈവമേ, നീ ഈ പീഡകൾ ഇതൊന്നും കാണുന്നില്ലയോ? ദൈവദൂതൻ പറഞ്ഞു, നീ പോയി ഇസ്രായേല്യരെ മിദ്യാൻകാരുടെ കൈകളിൽ നിന്നും രക്ഷിക്കുക. ഗിദെയോൻ തിരിച്ച് ദൈവത്തോട് നീ ദൈവമാണെന്നതിൻ്റെ അടയാളം കാണിക്കുക എന്ന് ആവശ്യപ്പെടുന്നു. പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിക്കുക വഴിയായി ദൈവത്തിൻ്റെ അടയാളം കാണപ്പെടുന്നു. ഗിദെയോൻ ബാലിൻ്റെ യാഗപീഠവും
അശേര പ്രതിഷ്ഠകളും നശിപ്പിക്കുന്നു. കാഹളം മുഴങ്ങിയപ്പോൾ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ വാൾ കൊണ്ട് വെട്ടുവാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ മിദ്യാൻകാർ തോൽക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇസ്രായേൽ ജനം ഗിദെയോണിനോടും അവൻ്റെ പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തെ ഭരിക്കുവാനായി ആവശ്യപ്പെടുമ്പോൾ ഗിദെയോൻ കർത്താവ് നിങ്ങളെ നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ 40 വർഷം സമാധാനത്തിൽ നയിക്കുന്നതും നമുക്ക് കാണാം. ആറാമതായി തോല. ഗിദെയോന്റെ മരണശേഷം ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ഇസാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രനായ പൂവാന്റെ മകനായ തോലയെ ദൈവം നിയമിക്കുന്നു. 23 വർഷം സമാധാനം നിലനിൽക്കുന്നു. ഏഴാമതായി ജായീർ. ഇസ്രായേൽ ജനം പാപം ചെയ്തകലുമ്പോൾ രക്ഷിക്കുവാനായി ഗിലെയാദുകാരനായ ജായീർ കടന്നു വരുന്നു. 22 വർഷം ജനത്തെ സമാധാനത്തിൽ നയിക്കുന്നു. എട്ടാമതായി ജെഫ്ത. ഇസ്രായേൽ ജനം വീണ്ടും ബാൽദേവന്മാരെ സേവിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുന്നു. കർത്താവ് അവരെ ഫിലിസ്ത്യർക്കും അമോന്യർക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നു. 18 വർഷം ക്രൂരമായ പീഡകളിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളിക്ക് ഉത്തരമായി ജെഫ്തായെ ദൈവം വിളിക്കുകയാണ്. അന്യദേവന്മാരെ ജെഫ്ത നീക്കം ചെയ്യുന്നു. ഗിലെയാദുകാരനായ ജിഫ്ത ഗിലെയാദിൻ്റെ വേശ്യാപുത്രനാണ്. ജെഫ്തയെ ജനം അംഗീകരിക്കുന്നില്ല. എങ്കിൽ പോലും യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ വീണ്ടും അവനെ തിരികെ വിളിക്കുകയാണ്. അമോന്യർക്കെതിരായി യുദ്ധം ചെയ്തു. അവൻ ഒരു നേർച്ച നേരുന്നു. യുദ്ധം ചെയ്ത് തിരികെ വരുമ്പോൾ സ്വദേശത്ത് ആരാണോ അവനെ ആദ്യമായി വരവേൽക്കുവാൻ വരുന്നത് ആ വ്യക്തിയെ കർത്താവിന് ദഹനബലിയായി അർപ്പിക്കാം എന്ന് ദൈവത്തിനോട് നേർച്ച നേരുകയാണ്. തിരിച്ചു വരുന്ന വഴിയിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് തൻ്റെ തന്നെ സ്വന്തം ഏക മകളെയാണ്. ജെഫ്ത ഇതിനെയോർത്ത് വിലപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് പറഞ്ഞ വാക്കൽ അനുസരിച്ചുകൊണ്ട് അവൻ ബലിയർപ്പിക്കുകയും 6 വർഷം നാട്ടിൽ സമാധാനം നിലനിൽക്കുകയും ചെയ്യുന്നു. 9ാമതായി ഇബ്സാൻ. ബെത്ലഹേംകാരനായ ഇബ്സാൻ 7 വർഷം ജനത്തെ സമാധാനത്തിൽ നയിക്കുന്നു. 10ാമതായി ഏലോൺ. സെബലൂൺകാരനായ ഏലോൺ ഇസ്രായേൽ ജനത്തെ 10 വർഷം സമാധാനത്തിൽ നയിക്കുന്നു. 11ാമതായി അബ്ദോൺ. പിറാത്തോന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൺ 8 വർഷം ഇസ്രായേൽ ജനത്തെ സമാധാനത്തിൽ നയിക്കുന്നു. 12ാമതായി സാംസൺ. ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ അസാധാരണ ബലം കൊണ്ട് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാനായി ദൈവം നിയോഗിച്ച ഇസ്രായേലിൻ്റെ നാസീർ വ്രതക്കാരനായ സാംസൺ സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവയുടെ വന്ധ്യയായ ഭാര്യയിൽ നിന്ന് ദൈവദൂതൻ നീ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് അവളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുതെന്നും ആഹ്വാനം ചെയ്യുന്നു. സാംസൺ ഒരു ഫിലിസ്ത്യ സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ അവന് ഇഷ്ടപ്രണയിനിയായി ദലീല കടന്നു വരുന്നു. സാംസന്റെ വിശ്വാസം നേടിക്കൊണ്ട് അവൻ്റെ ബലത്തിൻ്റെ രഹസ്യം അവൻ്റെ മുടി ക്ഷുരം ചെയ്ത് അവൻ്റെ ബലം നഷ്ടപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. സാംസന്റെ ശക്തി ചോർന്നു പോകുന്നു. സാംസണിൻ്റെ അവസാന പ്രാർത്ഥനയും വീണ്ടെടുപ്പും എന്നതും തടവിലായ സാംസൺ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അവന് വീണ്ടും ബലം നൽകി. അവൻ ഫിലിസ്ത്യരുടെ ക്ഷേത്രത്തിൻ്റെ തൂണുകൾ തകർത്തു. അനേകം ഫിലിസ്ത്യർ കൊല്ലപ്പെട്ടു. ദുർബലത മരണത്തിലേക്ക് നയിച്ചുവെങ്കിലും
മരണത്തിൽ പോലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സാംസണിനെയും നമുക്ക് കാണുവാൻ സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഒന്നാമതായി മനുഷ്യൻ്റെ പാപവും ദൈവത്തിൻ്റെ കൃപയും നിലനിൽക്കുന്ന ഒരു ചക്രം നമുക്ക് കാണാം. അതിൽ പാപം ചെയ്ത് അകലുന്ന ഇസ്രായേൽ ജനം ബാൽ ദേവന്മാർക്കും അശേര പ്രതിഷ്ഠകൾക്കും കീഴ്വഴങ്ങി അർപ്പണത്തിലും ആരാധനയിലും ദൈവത്തിൽ നിന്ന് വിട്ടകന്ന് ജീവിക്കുന്നു. ദൈവം അവർക്ക് ശിക്ഷ നൽകുന്നു, മറ്റൊരു രാജ്യത്തിൻ്റെ കീഴിൽ അടിമകളാക്കുന്നു. ജനത്തിൻ്റെ നിലവിളി ഉയരുന്നു. പാപത്തിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള വിളി ഉയരുമ്പോൾ ദൈവം അവരോട് കരുണ കാട്ടുന്നു, ന്യായാധിപനെ അയക്കുന്നു, അവരെ വീണ്ടെടുക്കുന്നു, വീണ്ടും സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു ചക്രം തുടർച്ചയായി ഓരോ ന്യായാധിപന്മാരുടെ ചരിത്രത്തിലും നിലനിൽക്കുന്നത് നമുക്ക് കാണാം. രണ്ടാമതായി ദൈവത്തിൻ്റെ രക്ഷയുടെ ആവർത്തനം നിലനിൽക്കുന്നുണ്ട്. അവർ നിലവിളിച്ചപ്പോൾ ദൈവം അവർക്കൊരു ന്യായാധിപനെ നൽകുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെ അയക്കുന്നു. ഓരോ ന്യായാധിപന്മാരുടെ ചരിത്രത്തിലും ഈ രക്ഷയുടെ ആവർത്തനം നിലനിൽക്കുന്നത് നമുക്ക് കാണാം. മൂന്നാമതായി വിശ്വാസത്തിൻ്റെ ശക്തി. ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ന്യായാധിപന്മാരും യുദ്ധത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ സ്ഥൈര്യം കൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് ദൈവം നിറവേറ്റി കൊടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. നാലാമതായി ദൈവത്തിൻ്റെ നീതി. പാപം ചെയ്ത് അകലുന്ന മനുഷ്യൻ്റെ മേൽ ദൈവം ശിക്ഷ ഉളവാക്കുന്നതും നീതിയുടെ ഒരു വശമാണ്. അടിമത്തത്തിൻ്റെ കീഴിൽ ക്രൂരമായ പീഡകൾ കൊടുക്കപ്പെടുന്ന രാജാക്കന്മാരുടെ മേലും ന്യായാധിപനെ അയച്ചുകൊണ്ട് നീതി നടപ്പിലാക്കുന്ന ദൈവത്തെയും നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും. അഞ്ചാമതായി അനുസരണക്കുറവിൻ്റെ ഫലങ്ങൾ. ദൈവത്തെ അനുസരിക്കുമ്പോൾ സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കുന്നു. അനുസരണക്കുറവിൻ്റെ ഫലമായി ദൈവകോപവും ശിക്ഷയ്ക്ക് ഏൽപ്പിക്കപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇവയാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ സംഗ്രഹം നാം ഈ പുസ്തകത്തിൽ കണ്ടുമുട്ടുന്ന രക്ഷാകര ചരിത്രം, രക്ഷയുടെ ചക്രം നമ്മുടെ ജീവിതത്തിലും തുടരുന്നുണ്ട്. പാപം ചെയ്ത് അകലുമ്പോഴും ലൗകിക വീഴ്ചകളിൽ പെട്ടുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നതായും വന്നു നിറയുന്നതായും വിശ്വാസത്തിലേക്ക് നീ വീണ്ടും തിരികെ വരണമെന്നുമുള്ള ഒരു വലിയൊരു ആഹ്വാനം ഈ പുസ്തകത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നുണ്ട്.